ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് എന്തൊക്കെയോ തിരക്കുകളായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റുകളൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതാണ് വന്നത്. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും തൻ്റെ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു മീഡിയയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിൻ്റെ കാരണം പറയുന്നത് അവർ എവിടെ നിന്നാണ് പ്രസവിച്ചത് എന്നുള്ളതിൻ്റെ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഡിലേ ആവുന്നത്. കാരണം അവർ വീട്ടിൽ നിന്നാണ് അവരുടെ പ്രസവം നടന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ഡേറ്റിൽ അവർ അഡ്മിറ്റായിട്ട് ഹോസ്പിറ്റലുകാർ പറഞ്ഞത് പെയിൻ വന്നില്ലെങ്കിൽ അതിനുള്ള മെഡിസിൻ വെച്ചിട്ട് പെയിൻ വരുത്തി പ്രസവിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ എടുക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ പോയില്ല, പറഞ്ഞ ഡേറ്റിൽ പോയി അഡ്മിറ്റ് ആയില്ല. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഈ പെൺകുട്ടിക്ക് പെയിൻ വരികയും പ്രസവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ പ്രസവം വീട്ടിൽ നിന്നായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ പോയില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്നുള്ളതിന് ഒരു തരത്തിലും ഒരു പ്രൂഫ് കൊടുക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. എന്തെല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പേപ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ തെളിവ് വേണം. ആ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം ഇതൊന്നുമല്ല. അപ്പോൾ ആദ്യം ആ പാരൻസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് എനിക്കിതിൽ റിയാക്ട് ചെയ്യാനുള്ളതെന്ന് പറയാം. നമുക്ക് 28-ാം തീയതി ഡേറ്റ് തന്നിരുന്നത്. അപ്പോൾ 28-ാം തീയതി ഡേറ്റ് തന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവരെന്തായാലും ചെയ്യും. അപ്പോൾ അതിന് എനിക്കും വെക്കുവാണെങ്കിൽ താല്പര്യമില്ല അതിന് മരുന്ന് വെച്ചിട്ട് ചെയ്യാൻ. അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോൾ പോകാമെന്നുള്ള ഇതിലേ നിന്നത്. അപ്പോൾ അത് അതിന് മുമ്പ് തന്നെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ പ്രസവിച്ച് പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഈ പ്രസവാനന്തരത്തിലൊരു ശുശ്രൂഷ ഉണ്ടല്ലോ, അവർക്ക് അതിൻ്റെ ഇത് കട്ട് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും സ്വന്തമായിട്ട്? നമ്മൾ ജസ്റ്റ് ഞാൻ അതിന് പ്രസവിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ബ്ലേഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടാണ്, കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കിയത്. പിന്നെ കുളിപ്പിക്കാൻ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ, ഉമ്മ കൊടുത്ത് കുളിപ്പിക്കുക കാര്യമൊക്കെ ചെയ്ത് അവരെന്നെ ചെയ്തത്. ഇതൊക്കെ അറിയായിരുന്നു ചെയ്യാൻ? കട്ട് ചെയ്യാനൊക്കെ ഒരു ജസ്റ്റ് പഠിക്കാമെന്നുള്ളത്, ജസ്റ്റ് കട്ട് ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു. കട്ട് ചെയ്തു. പിന്നെ കുളിപ്പിക്കാൻ ഉണ്ടായിരുന്നു അവർ ചെയ്തത്, കുളിപ്പിക്കാൻ വേണ്ടിയൊക്കെ. ഒരിക്കലും ഇല്ല, റിസ്ക് ഉണ്ട്. നമ്മൾ രണ്ടോളം അക്യുപഞ്ചർ പഠിച്ച ആൾക്കാരാണ്. സോ ഇതിൻ്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് പാനിക് ആയിട്ടില്ല ഈ ടൈമിൽ നമ്മൾ. സോ ഈ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിട്ട് പ്രസവിച്ചു. എനിക്കിപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ കുഞ്ഞ് പുറത്ത് ഇങ്ങനെ പകുതി വരുന്ന രീതിയിൽ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ ടൈമായ പോലും നമ്മൾ പാനിക് ആവുന്നില്ല. ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്കത് ആ ഒരു കുട്ടി പുറത്ത് വന്നതോടെ എൻ്റെ ബ്ലീഡിങ് നിന്നു. ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ ബ്ലീഡിങ് വന്ന് മരിക്കുന്ന ഒരുപാട് കേസുകളില്ലേ, അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഈ അക്യുപഞ്ചറിൽ ഇത് പഠിപ്പിക്കും? അക്യുപഞ്ചറിൽ അങ്ങനെ പഠിപ്പിക്കുക. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയാലും നമ്മൾ പാനിക് ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. അതിൽ നിന്ന് നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ. അല്ലാണ്ട് ഇത് പ്രസവം എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട്? യൂട്യൂബൊന്നും നോക്കിയിട്ടൊന്നുമില്ല, യൂട്യൂബിനൊന്നും ആവശ്യം വന്നിട്ടില്ല. ഡെലിവറി കഴിഞ്ഞ ഉടൻ ആശുപത്രി പോയോ? ഇല്ല, എനിക്കും കുഴപ്പമില്ല, കുട്ടിക്കും കുഴപ്പമില്ല. പിന്നെ അവിടെ പോയിട്ട് ഇപ്പം അവർ മരുന്ന് എഴുതി തരിക, മരുന്ന് ഞങ്ങൾ എടുക്കുകയില്ല. പിന്നെ ഇപ്പം എന്തിനാ പോകേണ്ട ആവശ്യം? വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നപ്പോൾ വാക്സിൻ എടുക്കണം, കുട്ടിക്ക് ജനിച്ച ഉടനെ വാക്സിൻ എടുക്കാനുണ്ടാണ്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല വാക്സിനേഷന്, കാരണം അതൊരു വിശ്വാസമില്ല വാക്സിനേഷൻ. ഇപ്പോൾ COVID-19 വാക്സിൻ വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. സോ ഞാൻ പറഞ്ഞു എനിക്ക് വാക്സിൻ വേണ്ട, താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്തവർക്ക്. അതായത് ഇവർക്ക് മോഡേൺ മെഡിസിനിൽ വലിയ വിശ്വാസമൊന്നുമില്ല, അതാണ് പറയുന്നതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പ്രസവിക്കുന്നത് പണ്ട് മുതലേ അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ, അതൊരു നോർമൽ പ്രൊസീജിയർ അല്ലേ, നോർമൽ പ്രോസസ്സ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നോർമൽ പ്രോസസ്സാണ്. പണ്ടത്തെ ആൾക്കാരുടെ ജീവിത രീതിയോ ഭക്ഷണ രീതിയോ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പണ്ടത്തെ അത്ര നോർമലായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം പണ്ട് കാലത്ത് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പണികളും ഒക്കെ ചെയ്യുമായിരുന്നു. ആരും റെസ്റ്റ് എടുക്കാനൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞ് ഉപദേശിച്ചൊക്കെ നമ്മൾ കേട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റം നമ്മുടെ ശരീരത്തിലും വന്നിട്ടുണ്ടാവുമല്ലോ.
പിന്നെ പണ്ട് കാലത്ത് എല്ലാവരും പറയും ഞാൻ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴോ പാടത്ത് പണിയെടുക്കുമ്പോൾ ആണ് പ്രസവിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത്ര ഈസി ആയിട്ട് പ്രസവിക്കാൻ പറ്റുമെന്ന് അറിയില്ല. വേറൊരു കാര്യം, ഈ പ്രസവ സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇത് ഈ ഗൈനക്കോളജിസ്റ്റുകൾ അവരുടെ ഓരോ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ഒരു ലേഡിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതുവരെ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ആ ഒരു സമയത്തായിരിക്കും ഇവർക്ക് BP കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ BP കൂടുമോ, അതല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് വരുക, ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡോക്ടേഴ്സ് വളരെ പെട്ടെന്ന് ഓരോരോ ഡിസിഷൻ എടുത്തിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോഴാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെ ജീവനൊക്കെ അപകടത്തിലാകുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പുറത്ത് നിൽക്കുന്ന വീട്ടുകാർ ഡോക്ടറെ ബ്ലെയിം ചെയ്യും, ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സമയവും ഡോക്ടർ കറക്റ്റും വീട്ടുകാരുടെ ഭാഗത്ത് തെറ്റുന്നല്ല ഞാൻ പറയുന്നത്. ചില കേസിൽ ഡോക്ടറുടെ ശ്രദ്ധയില്ലായ്മയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രസവ സമയത്തുള്ള കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. അതേപോലെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് BP കുറയുകയാണെങ്കിൽ അത് കുഞ്ഞിനും വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അമ്മയുടെ BP കുറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനെ ബാധിക്കും. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ കുട്ടിയെ, ഈ ന്യൂ ബോൺ ബേബിക്ക് സെറിബ്രൽ പാൾസി പോലെയുള്ള അവസ്ഥകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള സ്ഥാനത്താണ് നമ്മൾ ഹോസ്പിറ്റലുകളെ ഒഴിവാക്കിയിട്ട് വീട് എന്ന് പറയുന്ന ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത്. പിന്നെ അത് അവരവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവോ പോവാതിരിക്കുമോ, നമ്മൾ പ്രസവവുമായി ബന്ധപ്പെട്ട ചിലവുകൾ ആണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ ജീവനാണ് റിസ്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ വായിച്ചതാണ്. അതായത് ആദിവാസി ഒരു സമൂഹം, എല്ലാവരുമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ അവരുടെ പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാറായ സമയമാകുമ്പോൾ, അതായത് ഒരു 8 മാസം 9 അങ്ങനെ ആയിരിക്കും, ഞാനത് ശരിക്കും ഓർക്കുന്നില്ല. ആ സമയമാകുമ്പോൾ ഇവരെ അവർക്ക് കഴിക്കാൻ പ്രസവം കഴിഞ്ഞ് ആളും കൂടി ആ സമയം വരെ കഴിക്കാനുള്ള സാധനങ്ങൾ, അരി സാധനങ്ങളും വിറകും എല്ലാം കൊടുത്തിട്ട് തോണിയിലോ ചങ്ങാടോ അങ്ങനെ എന്തോ ആണ്, അതിലൊരു പുഴ കടത്തി അപ്പുറത്തേക്ക് വിടും. ഒരു പുഴ കടന്ന് ചെല്ലുന്ന അപ്പുറത്തെ കര, ആ കരയിൽ വേണം ഇവർ താമസിക്കാൻ. അവിടെ വേറെ മനുഷ്യരൊന്നും താമസിക്കുന്നില്ല. ഈ പ്രഗ്നൻ്റ് ലേഡി ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കേണ്ടത്. അവിടെ താമസിച്ച് അവിടുന്ന് ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ച് ഡെലിവറി സമയമാകുമ്പോൾ സ്വയം പ്രസവിച്ച് കുഞ്ഞിനെ എടുത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും ഒറ്റയ്ക്ക് സഹിക്കണം. അപ്പം ഞാൻ പറയുന്ന പ്രസവം എന്ന് പറയുന്നത് വളരെ വേദനയുള്ളതും നമുക്ക് ഒരുപാട് കരുതൽ ആവശ്യമുള്ളതും ഒരുപാട് സ്നേഹം കിട്ടേണ്ടതുമായ ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് താമസിപ്പിച്ചിട്ട് പ്രസവിച്ചിട്ട് കുട്ടിയായിട്ട് തിരിച്ചു വന്നോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറേ ദിവസം കഴിയുമ്പോൾ ഈ പ്രഗ്നൻ്റ് ആയ ലേഡി പ്രസവിക്കുന്നു. എങ്ങനെയാണ് പൊക്കിൾക്കൊടി കട്ട് ചെയ്യുന്നതെന്നൊന്നും അതറിയില്ല കേട്ടോ, അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതായത് ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഇവരെ അപ്പുറത്തെ കരയിലേക്ക് അയച്ചിട്ട് അവിടുന്ന് സ്വയമായി പ്രസവിച്ച് സ്വന്തമായി ഭക്ഷണം കഴിച്ച് അതിനുശേഷം വേണം അമ്മയും കുഞ്ഞും കൂടി തിരിച്ചു വരാനായിട്ട്. അപ്പം അങ്ങനെയും പ്രസവങ്ങളുണ്ട്. അതായത് എത്ര വലിയ കഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രസവ സമയത്തുണ്ടാകുന്ന ഒരു പേടിയും വിഷമവും ഇതൊന്നും ഷെയർ ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാതെ. അപ്പം അങ്ങനെയും ആൾക്കാർ പ്രസവിക്കുന്നുണ്ട്. അതും ഒരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് അവരെ സംബന്ധിച്ച്. അപ്പം നമ്മളാണ് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയാണോ വേണ്ടത്, നമുക്ക് കരുതൽ കിട്ടേണ്ട സമയത്ത് ആ കരുതൽ നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ല. അവരവരുടെ കുഞ്ഞ് ജീവൻ എന്നൊക്കെ അങ്ങ് വിചാരിച്ചാൽ മതി. പിന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, അവർക്ക് വാക്സിനേഷനിൽ താല്പര്യമില്ല, വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ആ ഒരു വാക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന എത്രയോ മാരകമായ അസുഖങ്ങളെ പിടിച്ചു നിർത്തിയത്, ഇല്ലാതാക്കിയത് ഈ വാക്സിനേഷനുകളാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് അത് കുറേ നാളത്തെ പരീക്ഷണങ്ങളും പിന്നെ അത് എന്താ പറയുക ടെസ്റ്റ് ചെയ്തിട്ടും അത് പരീക്ഷിച്ചും ജീവികളിലും ഒക്കെ പരീക്ഷിച്ചൊക്കെ നോക്കി അതിൻ്റെ റിസൾട്ടെല്ലാം കണ്ടതിന് ശേഷം മാത്രമാണ് ഈ വാക്സിനുകൾ നമ്മൾ മനുഷ്യരിലേക്ക് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ കുറേ നാളത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വാക്സിൻ മനുഷ്യരിലേക്ക് എടുക്കുന്നത്.
അങ്ങനെയുള്ള വാക്സിനുകൾ എടുക്കുന്നത് പല മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ അതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് എടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ തന്നെയാണ് ആ ഒരു റിസ്കിൽ കൊണ്ടു നിർത്തുന്നത്. ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാൻ, അതായത് നമ്മളൊരു ഇമ്മ്യൂണിറ്റിയോട് കൂടിയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് പുറമേ നിന്ന് കിട്ടാത്ത കുറച്ച് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നതാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങളിൽ വരാനും, വാക്സിൻ എടുക്കുകയാണെങ്കിൽ ചില അസുഖങ്ങൾ വരും, പക്ഷേ സിവിയർ ആവാതെ പോകും. അതേസമയം വാക്സിൻ എടുക്കാത്ത കേസുകളാണെങ്കിൽ ഒരു പക്ഷേ സിവിയർ ആവാനും ജീവൻ വരെ അപകടത്തിലാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്സിൻ എടുക്കുന്നതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പണ്ട് കാലത്തുണ്ടായിരുന്ന വസൂരി പോലെയുള്ള രോഗങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായത് ഈ വാക്സിൻ കൊണ്ടാണ്. പിന്നെ ഇവർ പറയുന്നു കൊറോണയുടെ വാക്സിൻ എടുത്തിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നുണ്ട്. കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ചെറിയൊരു ടൈം പീരീഡിൽ പെട്ടെന്നുള്ള ഒരു നമുക്ക് ആവശ്യം അങ്ങനെ കണ്ടുപിടിച്ച മരുന്നാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കൊണ്ടാണ് ഇവർ പറയുന്നതെങ്കിൽ ഞാൻ പറയുക പെട്ടെന്ന്. പക്ഷേ മറ്റ് വാക്സിനുകൾ, അതായത് കുട്ടികൾക്ക് ജനിച്ച് ഒരു 16 വയസ്സ് വരെ കൊടുക്കുന്ന വാക്സിനുകളുണ്ട്. അത് എത്രയോ കാലത്തെ പരീക്ഷണങ്ങളും അതിൻ്റെ പഠനങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ആ വാക്സിനൊക്കെ എടുക്കാതിരിക്കുന്നത് നമുക്ക് പോയ അസുഖങ്ങളെല്ലാം തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഉണ്ടാക്കും. പറയാൻ കാര്യം, ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖം, തൊണ്ടമുള്ള് എന്ന് പറയും. ആ അസുഖം ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് കുട്ടികളിൽ വന്നതായിട്ട്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ഇത് വളരെ അധികമായിട്ട് കേൾക്കുന്നുണ്ട്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ അത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് വരില്ല. അപ്പോൾ ഇത് അങ്ങനെ എടുക്കാത്ത കേസിൽ ഇത് വരികയും ചില കേസ് സിവിയർ ആവുകയും കുട്ടികൾ മരണത്തിലേക്ക് തന്നെ പോകാനും സാധ്യതയുള്ളൊരു അസുഖമാണ്. പിന്നെ ഇപ്പോൾ ഈ വർഷമാണ് ഞാനത് അധികം കേട്ടത്. മംസ് എന്ന് പറയില്ലേ, മുണ്ടിനീര് എന്ന് പറയുന്നത്, അതിനൊക്കെ വാക്സിൻ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ വാക്സിൻ എടുക്കുന്നത് നിർത്തിയത് കൊണ്ട് നമുക്ക് സർക്കാർ ആശുപത്രികളിൽ അത് കിട്ടുന്നില്ലെന്നാണ് അറിയുന്നത്. അത് നമ്മൾ എടുക്കണമെങ്കിൽ പ്രൈവറ്റായിട്ട് പോയിട്ട് എടുക്കേണ്ടി വരും. അതിനെങ്ങാണ്ട് 800 രൂപയോളം ചാർജ് ഉണ്ട്. അപ്പോൾ അതാണോ എന്നറിയില്ല. ഇപ്പോൾ പലരും ആ വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പല കുട്ടികൾക്കും ഈ ഒരു സീസണിൽ ഈ മുണ്ടുനീര് മംസ് എന്ന് പറയുന്ന അസുഖം വരികയും കുട്ടികളിൽ നിന്ന് അത് അവരുടെ ടീച്ചേഴ്സിന് പകരുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം എൻ്റെ കുട്ടിയുടെ സ്കൂളിലും ഇത് ഇപ്രാവശ്യം കുറേ അധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് നമ്മൾ തടഞ്ഞു നിർത്തിയിരുന്ന പല അസുഖങ്ങളെയും ഇങ്ങനെ കുറച്ച് പേര് എടുക്കാതിരിക്കുമ്പോൾ അത് വീണ്ടും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ കണ്ടിട്ട് അത്യാവശ്യം എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് തോന്നിയത്. ഇവരാണെങ്കിൽ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ആ ലേഡി ആണെങ്കിൽ ഇനിയും അത് പഠിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ലത് തന്നെയാണ്, എല്ലാം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നറിയുന്നതുകൊണ്ട് മറ്റേത് തീരെ മോശമാണ്, അതിലെനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് സർജറി പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മോഡേൺ മെഡിസിൻ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാത്തിലും അതിൻ്റേതായ ഗുണവും ദോഷമൊക്കെ ഉണ്ട്. പിന്നെ ഈ വാക്സിൻ എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അവരവരുടെ കുട്ടിയോട് ചെയ്യുന്ന ഒരു ക്രൂരത കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ തടഞ്ഞു നിർത്താനുള്ള മരുന്നുകളാണ് നമ്മൾ വാക്സിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് നല്ലതായിട്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം കുട്ടികളുടെ പാരൻസ് തീരുമാനിക്കുന്ന പോലെ. പക്ഷേ അതിലും ഒരു അവകാശ ലംഘനമില്ലേ? വാക്സിൻ എടുക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ ഒരു അവകാശമായിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാക്സിൻ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യണേ.